ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇടുക. ഇതൊക്കെ ഒന്ന് വഴറ്റാനിടുക. ഒന്ന് ചൂടാക്കുക വേണ്ടു. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എനിക്ക് കുറച്ച് മസാലപ്പൊടി ഇടുക. 1 സ്പൂണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിടുക. കുറച്ച് മുളക് പൊടി ഇടുക. നല്ല എരിവ് ആവശ്യമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, കാരണം എല്ലാം കുറച്ചാണ് ഇടുന്നത്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ആയിട്ടുണ്ട്. ഇത് ആയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയിട്ട് ആറിയ ശേഷം നമുക്ക് ഉണ്ടാക്കാം. അതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ബോണ്ട ഉണ്ടാക്കാം. ഞാനിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴേക്കും ഞാൻ ഈ ബ്രെഡ് ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. അങ്ങനെ ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത ശേഷം നല്ല ടേസ്റ്റ് ഉണ്ടാകും. കുട്ടികളൊക്കെ കഴിക്കാം. കുട്ടികളൊക്കെ വാങ്ങി കഴിക്കും. ഇങ്ങനെ എല്ലാം കട്ട് ചെയ്യുക. ബ്രെഡൊക്കെ 4 ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചിങ്ങനെ വെള്ളം ഇങ്ങനെ പ്രസ് ചെയ്യുക. അങ്ങനെ ആക്കിയ ശേഷം നമുക്ക് ഈ മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ചെറിയ ബ്രെഡ് ആയതുകൊണ്ട് നമുക്ക് ചെറിയ ബോണ്ടേ കിട്ടുള്ളൂ. ഇതങ്ങനെ ആക്കിയ ശേഷം നമുക്ക് ഇങ്ങനെ ബോളാക്കാം. ഈ ബോളാക്കാൻ പറ്റുന്ന വേണ്ടിയിട്ടാണ് വെള്ളം ഒന്ന് നനച്ചു കൊടുക്കുന്നത്. അതാണ് എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഒരു 4 മണി പലഹാരം, 4 മണിക്ക് അല്ലെങ്കിൽ ഒരു ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. ഇതങ്ങനെ മടക്കിയിട്ട് വലുതാണ് വെച്ചാൽ വലിയ ബ്രെഡ് ആണെങ്കിൽ വലുതായിട്ട് കിട്ടും. ഇതിപ്പോ ചെറിയ ബ്രെഡ് ആയ കാരണം ചെറിയ ബോണ്ട. നമുക്ക് സാധാരണ കടയിൽ കിട്ടുന്ന ബ്രെഡ് വെച്ച് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതിനെ നമുക്ക് ഉരുട്ടിയിട്ടില്ല വെച്ചാലും നമുക്ക് ഇങ്ങനെ ഈ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ റോളാക്കിയിട്ടും നമുക്ക് എടുക്കാം. പക്ഷെ അത് ബ്രെഡ് റോൾ എന്നൊക്കെ പറയാം. ഇങ്ങനെ റോളാക്കി എടുക്കാം. ഇങ്ങനെ നീളത്തില് നമുക്ക് ഇങ്ങനെ വെക്കാവുന്നതാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ബോൾസ് ഒക്കെ ഇതാ റെഡിയാക്കി ഒരു ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇതത് ഞാൻ എണ്ണയിലേക്ക് ഇടാൻ പോവാണ്. നല്ല ചൂട് വേണ്ട. ചൂടായ ശേഷം ഒന്നിങ്ങനെ കുറച്ച് വെക്കുക. ഇട്ട ഉടനെ ഇളക്കി കൊടുക്കണ്ട. ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ബൗളിലേക്ക് മാറ്റുകയാണ്. വേഗം റെഡിയാക്കി. സിമ്പിൾ പണിയാണ്. നന്നായിട്ട് കഴിക്കും. കുട്ടികൾ കഴിക്കും. ബ്രെഡ് കൊടുക്കുന്നതിനെക്കാട്ടിലും ഇതങ്ങനെ നമുക്ക് ഇത് വേണമെന്നില്ല. നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഉപ്പേരി എന്തെങ്കിലും ഉച്ചക്കൽക്കുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ക്യാപ്സിക്കത്തിന്റെ പൊട്ടാറ്റോ അങ്ങനെയൊക്കെ ഉണ്ട് വെച്ചാൽ അതൊക്കെ കൊണ്ട് നമുക്ക് ഇങ്ങനെ ബ്രെഡുള്ളി ഉണ്ടാക്കാം. ബാക്കിയുള്ളതും കൂടെ ഞാൻ അതിൽ ഇടാൻ പോണ. വളയാണ്ട് എടുക്കട്ടോ. അങ്ങനെ ബോണ്ട റെഡി ആയിട്ടുണ്ട്. സോസിന്റെ കൂടെയൊക്കെ മുക്കി കഴിക്കാം. ഇത് ഞാൻ ഒന്നെടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതാ അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഇതിൽ മുക്കുക, കഴിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും
എല്ലാവർക്കും ബൈ. നമുക്ക് നമ്മൾ ടൊമാറ്റോ സോസ് എടുത്തിരിക്കണേ.